അസ്സലാമലൈക്കും നമസ്കാരം വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഞാൻ 3 സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് കാണിക്കുന്നത്. ഒരു എഗ്ലെസ് മയണൈസ്, വെജ് ആൻഡ് എഗ് സാൻഡ്വിച്ച്, ക്രീമി യോഗട്ട്. അപ്പോൾ ഫസ്റ്റിൽ ഞാൻ എഗ്ലെസ് മയണൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പാല്, കുറച്ച് വിനാഗിരി, പിന്നെ ഓയിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ എടുക്കുക, പിന്നെ ഉപ്പ്, അതുപോലെ പഞ്ചസാര. ആദ്യം നമുക്ക് ഈ പാല് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ പാൽ ഞാൻ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര, ഉപ്പ്, വിനാഗിരി ഒക്കെ ചേർത്ത് കൊടുക്കാം. ഗാർലിക് ഫ്ലേവർ ആയിട്ടുള്ള മയണൈസാണ് വേണ്ടത് വെച്ചാൽ ഈ ടൈമിന് നമുക്ക് ഗാർലിക്കും കൂടെ ഇട്ട് കൊടുത്താൽ ഗാർലിക് മയണൈസ് ആക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പോൾ അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ഓയിൽ, അതിൽ കൂടെ ഉണ്ടാവും, ഒത്തിരി തിക്കാവുന്നില്ല. നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. അധികം ഒന്നും അടിക്കണ്ട, 1 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാവും. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കുറച്ച് അളവിലാണ് കാണിക്കുന്നത്. പിന്നെ ഓവറായിട്ട് തിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചാൽ മതി. അങ്ങനെ മയണൈസ് ഇതാ റെഡി ആയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ മയണൈസ് വെച്ചിട്ടുള്ള 2 റെസിപ്പി, സിമ്പിളായിട്ടുള്ള 2 റെസിപ്പി കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി അതിൻ്റെ മേലെ ഇട്ടതാണ്. അപ്പോൾ നമ്മൾ ഈ മയണൈസ് വെച്ചിട്ട് നമുക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ മയണൈസും 1 ടേബിൾ സ്പൂൺ സോസ്, അതുപോലെ ഒരു ബുൾസൈ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുക്കുംബർ, അതുപോലെ ഒണിയനും എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. അതിൽ ബട്ടറൊന്നും ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് ഉപ്പ്, അതുപോലെ കുറച്ച് പഞ്ചസാര, പിന്നെ കുരുമുളക് പൊടി. ഈ കുരുമുളക് പൊടി ഞാനിപ്പോൾ ഈ മയണൈസിൻ്റെ മിക്സിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടാകുമ്പോൾ ഒരു ടേസ്റ്റാണ് സാൻഡ്വിച്ചിന്. പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. മയണൈസിലൊക്കെ ഉപ്പുണ്ട്, സോസിലും. എന്നാലും കുറച്ച് വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഞാനൊരു കുക്കുംബർ എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു പകുതി ഉള്ളി കൂടെ എടുത്തിട്ടുണ്ട്. ഇതുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഞാൻ ഈ ഫില്ലിങ് എടുത്തിട്ട് ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുക്കുന്നുണ്ട്. 2 ലെയറാക്കിയിട്ട് വെച്ചെടുക്കാം. ആദ്യം ഒരു ലെയർ വെച്ചിട്ട് ഒരു ബ്രെഡ് അതിൻ്റെ മേലെ ഇട്ടിട്ട് അടുത്ത ലെയർ വീണ്ടും വെക്കാം. ഇനി അടുത്ത ലെയറിലും കൂടെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് നേരത്തെ എടുത്ത് വെച്ച ബുൾസൈ വെച്ച് കൊടുക്കാം. പിന്നെ ഒരു ബ്രെഡ് കൂടെ വെച്ചിട്ട് കവർ ചെയ്യാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിളും എഗ്ഗൊക്കെ വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ബിരിയാണിക്കൊക്കെ പറ്റിയ ചെറുതായിട്ടൊരു സ്വീറ്റായിട്ടുള്ള ക്രീമി ആയിട്ടുള്ളൊരു തൈരാണ് ഉണ്ടാക്കുന്നത്. അതിന് പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ കുക്കുംബർ എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക്, പഞ്ചസാര, ഉപ്പ് കൂടെ വേണം. അപ്പോൾ ഞാൻ ആദ്യം ഈ പാത്രത്തിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മയണൈസ് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തൈര് വേണം. അധികം പുളിയില്ലാത്തതാണ് ഇതിന് നല്ലത്. അപ്പോൾ നമുക്ക് എത്ര യോഗട്ട് വേണം അത്രയും ചേർത്ത് കൊടുക്കുക. അതിനനുസരിച്ച് മയണൈസിൻ്റെ അളവും കൂട്ടി കൊടുക്കണം. ഞാൻ ഈ ഒരു കണക്കിന് ഒരു 3-4 ടേബിൾ സ്പൂൺ തൈരാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കാം. അതിലേക്ക് കുക്കുംബർ, അതുപോലെ ഉള്ളി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സാക്കാം. അങ്ങനെ ക്രീമി ആയിട്ടുള്ള തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചെറിയ മധുരമൊക്കെ ആയിട്ട്. ഇത് ബിരിയാണിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ചെറുതായിട്ടൊന്ന് തണുപ്പിച്ച ശേഷം ഇത് വിളമ്പാം. അങ്ങനെ നമ്മുടെ 3 റെസിപ്പീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ 3 റെസിപ്പീസും അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. അതുപോലെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.